بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റഹിമഹുല്ലാ തോബയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യന്റെ ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്. ഓരോ ശ്വാസത്തിലും ഓരോ സന്ദർഭത്തിലും ജീവിതം മുഴുവനും തോബ അവൻ പുതുക്കിക്കൊണ്ടിരിക്കണം. നസൂഹായ തോബ അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഫലാഇലിന്റെ പേരിലാണെങ്കിലും കൊള്ളാം, ഫറാഇലിന്റെ പേരിലാണെങ്കിലും കൊള്ളാം. മനുഷ്യൻ തോബ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതവന് നിർബന്ധമാണ്. അത് ഫിഖ്ഹിയായ നിർബന്ധമല്ല, മറിച്ച് അവൻ തീരുമാനിക്കുന്ന അവന്റെ രക്ഷിതാവിലേക്ക് അടുക്കാനുള്ള വഴി എന്ന നിലയിൽ അവന് നിർബന്ധമാണെന്ന് പറഞ്ഞു വെച്ചത്. വലക്കത് സദഖ അബൂ സുലൈമാൻ ദാറാനി റഹ്മഹുല്ലാ. അബൂ സുലൈമാൻ ദാറാനി റഹ്മഹുല്ലാ സത്യം പറഞ്ഞു. ഹൈസുക്കാല അദ്ദേഹം പറഞ്ഞ അവസ്ഥയിൽ, ലൗലം യബിക്കിൽ ആക്കിലു, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അഥവാ കരഞ്ഞില്ല എങ്കിൽ, ബുദ്ധിമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സുലൂക്കിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ. അവന്റെ ബുദ്ധി അവൻ ദീനിന് വേണ്ടി വിനിയോഗിക്കുന്നു. അവന്റെ നഷ്ടപ്പെട്ടു പോകുന്ന ആയുസ് പാഴാകാതെ വീണ്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ബുദ്ധിമാൻ. ആ ബുദ്ധിമാൻ കരഞ്ഞില്ലെങ്കിൽ, ഫീമാ ബക്കിയ മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിൽ നിന്ന് ശേഷിച്ചതിൽ, ഇല്ലാ അലാ തഫ്വീത്തി മാ മളാ മിൻഹു, അവനിൽ നിന്ന് കഴിഞ്ഞുപോയ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിലല്ലാതെ, ഫി ഗൈരി താഅത്തി, താഅത്തിലല്ലാതെ കഴിഞ്ഞുപോയതിനെ നഷ്ടപ്പെടുത്തിയതിൽ അല്ലാതെ അവൻ കരഞ്ഞില്ല. അഥവാ ആ ബുദ്ധിമാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ, താൻ നഷ്ടപ്പെടുത്തിയ ആയുസ്സിനെ കുറിച്ച്, ഇബാദത്തിലല്ലാതെ. അങ്ങനെയാണെങ്കിൽ തന്നെയും കാന ഖലീഖൻ അൻ യഹ്സുനഹു ദാലിക, അയാള് അർഹനാണ്. അയാളെ ആ ദുഃഖം, ആ കാര്യം, ആ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അയാളെ ദുഃഖിപ്പിക്കുന്നതിന് അയാൾ അർഹനാണ്. ഇതിൽ മമാത്തി, മരണം വരെ. അഥവാ അവ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ഉദ്ദേശിച്ച് കരഞ്ഞാൽ ആ കരയുന്നതിന് അവൻ അർഹനാണ്. കാരണം നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു നിമിഷം പോലും. അപ്പൊ അങ്ങനെ വരുമ്പോ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ആ കരച്ചിൽ അവന് അർഹപ്പെട്ടതാണ്. അല്ലാണ്ട് അസമയത്തുള്ള കരച്ചിലല്ല, അനാവശ്യമല്ല എന്ന് വരുമ്പോ, കൈഫമ്മൻ, ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? യസ്തഖ്ബിലു മാ ബഖിയ മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിന് ശേഷിച്ചതിൽ അവൻ മുന്നിടുന്നു. ബിമിസ്ലി മാ മളാ മിൻ ജഹ്ലിഹി, കഴിഞ്ഞുപോയ ജഹാലത്ത് പോലുള്ളത് കൊണ്ട് തന്നെ. നേരത്തെ കഴിഞ്ഞുപോയ ജഹാലത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വീണ്ടും അവൻ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ അവൻ എത്രത്തോളം ദുഃഖിക്കേണ്ടി വരും എന്ന് മഹാനായ അബൂ സുലൈമാൻ ദാറാനി പറഞ്ഞു. പൈന്നമാ കാലഹാദ, അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം, ലിഅന്നൽ ആക്കിലായ മനുഷ്യൻ, നേരത്തെ പറഞ്ഞ ആളാണ് ആക്കില്. ഇതാ മലക്ക അയാളെ ഉടമപ്പെടുത്തിയാൽ, ജൗഹറത്തൻ നഫീസത്തൻ, വില ഉയർന്ന ഒരു മുത്തിനെ ഉടമപ്പെടുത്തി. അങ്ങനെ അയാൾക്ക് മുത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് വല്ലാഹത്തു മിന്നു, അയാളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി, ബിഗൈരി ഫായിദ, ഒരു പ്രയോജനം എടുക്കാൻ കഴിയാണ്ട് നഷ്ടപ്പെട്ടു പോയാൽ, ബക്ക അലിഹ, അവൻ അതിന്റെ മേൽ കരയും. ലാ മഹാരത്ത്, യാതൊരു സംശയമില്ല, കരയും. ഇനി വൈൻ ലാഹത്തു മിന്നു, അയാളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു, വസാറ ലയാഹു, അതിന്റെ നാശമായി, അത് പാഴാകലായി, സബബ ഹലാക്കിഹി, പാഴാകുക എന്നുള്ളതായി, സബബ ഹലാക്കിഹി, അത് നശിച്ചു പോകാൻ കാരണമായി. നേരത്തെ പറഞ്ഞ് നശിച്ചതല്ല, വിലയുയർന്ന മുത്താണ്, അത് പാഴായി, നശിച്ചു എന്നല്ല, ലാഹത്തുന്ന പാഴായി, പ്രയോജനമില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അതിന്റെ പേരിൽ തന്നെ അവൻ ദുഃഖിക്കും. ഇനി അത് പാഴായത് നാശത്തിന് കാരണമാകുകയാണെങ്കിലോ, അവൻ ഉപയോഗിക്കാണ്ടിരുന്നു, ഒരു പ്രയോജനവും ചെയ്തില്ല, അവസാനം അത് നാശത്തിന് കാരണമായെങ്കിലോ, കാനബുക്കാഉഹു മിൻഹാ അശദ്ദ, അതിനാലുള്ള അവന്റെ കരച്ചിൽ കഠിനമാകും. അതുപോലെയാണ് ഇപ്പറഞ്ഞത്. അവന് കഴിഞ്ഞുപോയ ആയുസ് അവൻ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാണ്ട് വെറുതെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ തീർച്ചയായും അവൻ ദുഃഖിക്കും. ആ ദുഃഖം അവൻ അർഹനുമാണ്. കുല്ലു സാഅത്തിൻ മിനൽ ഉംരി,
ആയുസ്സിലെ ഓരോ സമയവും ബൽ കുല്ലു നഫസിൻ ഓരോ ശ്വാസവും ജൗഹറത്തുൻ നഫീസത്തുൻ വില ഉയർന്ന രത്നമാണ്. ലാ ഖലഫലഹ വലാ ബദലലഹ അതിനൊരു പകരമില്ല, പകരം വയ്ക്കാനില്ല. അതാണ് പറന്നുപോയ കിളിയെ പക്ഷെ വീണ്ടും പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി കരുതിജോലി ചെയ്യുക നീ എന്ന് ഒരു മലയാളത്തിന്റെ കവി പാടിയിട്ടുണ്ട്. അത് തന്നെയാണ് സൂഫികൾ പറയുന്നതും. നഷ്ടപ്പെട്ടു പോയതാണ് ഫൈനഹ. അപ്പം ഈ ഈ പറയുന്ന നഫസ് ഓരോ ശ്വാസോച്ഛ്വാസവും അത് സ്വാലിഹത്തുൻ അത് അനുയോജ്യമാണ്. ലി അൻതൂസിലൊക്കെ നിന്നെ അത് എത്തിക്കാൻ, ഇലാ സഹാദത്തിൽ അബദി കാലാകാലത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ, അപ്പൊ തുൻഖിതൊക്കെ നിന്നെ അത് രക്ഷപ്പെടുത്താൻ, മിൻ ഷക്കായിക്കൽ ഷക്കാവത്തിൽ അവധി കാലാകാലത്തെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും അത് അനുയോജ്യമാണ്. അതുകൊണ്ട് പ്രയോജനപ്പെടുത്തണം. അപ്പൊ അയ്യു ജവാഹിറ ഏത് രത്നമാണ് അൻഫസു മിൻഹാദ ഇതിനേക്കാൾ വിലയുയർന്ന ഏത് രത്നമാണ്, മനുഷ്യന്റെ ആയുസിനേക്കാൾ ഉയർന്ന ഏത് രത്നമാണുള്ളത്? ഫൈദാ ലയ്യഅതഹ അതിനെ നീ പാഴാക്കിയാൽ, ആ ആയുസിനെ നീ പാഴാക്കിയാൽ, ഫിൽ ഗഫലത്തി അശ്രദ്ധയിലായി നീ അതിനെ പാഴാക്കിയാൽ, ഫഖദ് ഖസർത നീ പരാജയപ്പെട്ടവനായി തീരും. ഖുസ്റാനം മുബീന വ്യക്തമായ പരാജയം നിനക്കുണ്ടാകും. വ ഇൻ സറഫ്തഹ ഇനി നീ അതിനെ പാഴാക്കിയതല്ല, നീ അതിനെ ചെലവഴിച്ചു, ഇലാ മാസിയത്തിൽ പാപത്തിലേക്ക് നീ അതിനെ തിരിച്ചു വിട്ടു, ആ സമയത്തെ പാപത്തിലേക്ക് തിരിച്ചു വിട്ടു. ഫഖദ് ഹലക്ത നീ നശിച്ചവനായി തീരും. ഹലാക്കൻ ഫാഹിഷ നികൃഷ്ടമായ നാശം നശിച്ചവനായി തീരും. നികൃഷ്ടമായ നാശം നീ നശിച്ചവനായി തീരും. ഇനി ഫൈൻ കുന്ത നീ ആയാൽ ലാ തബ്കി അലാ ഹാദിഹിൽ മഅസിയത്തി ഈ പാപത്തിന്റെ മേൽ നീ കരയുന്നില്ല, ഈ പാപം ഉണ്ടായതിന്റെ മേൽ നീ കരയുന്നില്ലെങ്കിലോ, ഫദാലിക്കൽ ജഹരിക്ക അത് നിന്റെ ജഹാരത്തിന്റെ പേരിലാണ്. ജഹാരത്ത് വലിയ കുഴപ്പമാണ്. അപ്പൊ മുസീബത്തുക്ക നിനക്കുണ്ടാകുന്ന നാശം, ബി ജഹരിക്ക നിന്റെ ജഹാരത്ത് കാരണമായി ഉണ്ടാകുന്ന നാശം, അഅ്ളമു ഏറ്റവും ഭയാനകമാണ്, മിൻകുല്ലി മുസീബത്തിൻ എല്ലാ മുസീബത്തിനേക്കാൾ ഭയാനകമാണ് നിന്റെ ജഹാരത്ത് കൊണ്ടുണ്ടാകുന്ന മുസീബത്ത്. ലാക്കിനിൽ ജഹലു പക്ഷേ ഈ അജ്ഞത എന്ന് പറയുന്നത് മുസീബത്തിനൊരു മുസീബത്താണ്. ലാ യഅരിഫുൽ മുസാബു ബിഹാ അതുകൊണ്ട് മുസീബത്തിലായവൻ അത് അറിയുകയില്ല. അന്നൗ സാഹിബു മാസിയത്തിൻ ഇവൻ പാപം ചെയ്യുന്നവനാണ് എന്നവന് ഒരു ഓർമ്മയും ഉണ്ടാകത്തില്ല. പിന്നെ നൗമൽ ഗഫലത്തി കാരണം അശ്രദ്ധയുടെ ഉറക്കം, യഹൂലു ബൈനഹു വ ബൈന മഅരിഫത്തിഹി അവന്റെയും ആ ജഹാലത്തിനെ കുറിച്ചുള്ള അറിവിന്റെയും ഇടയിൽ മറയിടും, അറിവുണ്ടാകത്തില്ല. പന്നാസുനിയാം ജനങ്ങൾ ഉറങ്ങുകയാണ്. ഫൈദാ മാതു ഇൻദബഹു അവർ മരിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഉണരുന്നത്. ഒരു ഹദീസാണെന്നും കേട്ടിട്ടുണ്ട്, ഇവിടെ ഹദീസാണെന്ന് പറഞ്ഞില്ലെങ്കിലും. ഫൈന്ദതാലിക്ക് ആ അവസരത്തിൽ മരണപ്പെടുന്ന അവസരത്തിൽ യങ്കശിഫു ലിക്കുല്ലി മുഫ്ലിസിൻ ഓരോ മുഫ്ലിസിനും വെളിവാകും ഇഫ്ലാസു അയാളുടെ ഇഫ്ലാസ്. മുഫ്ലിസ് പാപ്പരായവന് അവന്റെ പാപ്പരത്വം വെളിവാകും മരിക്കുന്ന അവസരത്തിൽ. അള്ളാഹു നമ്മുടെ രക്ഷിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിക്കുല്ലി മുസാബിൻ എല്ലാ മുസാബിനും മുസീബത്തിൽപ്പെട്ടവനക്കും വെളിവാകും മുസീബത്ത്, അവന്റെ മുസീബത്ത് മരണാവസരത്തിൽ വെളിവാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഖദ് റഫഅൻ നാസു അനി തദാറുക്ക് തദാറുക്കിനെ തൊട്ട് ജനങ്ങൾ അതിനെയും വിട്ട് ജനങ്ങൾ ഉയർന്നു പോയി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെയും വിട്ട് അകന്നുപോയി. ജനങ്ങൾക്ക് തദാറുക്ക് നടക്കുന്നില്ല. ഈ വന്ന പിന്നെ മുസീബത്തിൽ നിന്നും അവന് കരകയറാൻ കഴിയുന്നില്ല, നാശം വീണ്ടെടുക്കാൻ അവന് കഴിയുന്നില്ല. ഖാല ബഅ്ദുൽ ആരിഫീന ആരിഫുകൾപ്പെട്ട ഏതൊരു മഹാൻ പറഞ്ഞു, ഇന്ന മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ഇദാ ലഹറ ലിൽ അബ്ദി ഒരു അടിമയ്ക്ക് വെളിവായാൽ അഅലമഹു മലക്കുൽ മൗത്ത് അവനോട് പറയും, അന്നോ ബഖിയ മിൻ ഉംരിക നിന്റെ ആയുസ് നിനക്ക് ശേഷിച്ചിട്ടുണ്ട് സാഅത്തിന് ഒരു മണിക്കൂർ. അന്നൊക്കെ നിശ്ചയം നീ ലാ തസ്തഖിറു നിന്നെ പിന്തിക്കപ്പെടുകയില്ല ആ മണിക്കൂറിനെ തൊട്ട്. തറഫത്ത് ഒരു കണ്ണടയ്ക്കുന്ന സമയം പോലും പിന്തിക്കപ്പെടുകയില്ല സമയമായാൽ. അപ്പൊ അബിദി അടിമയ്ക്ക് വെളിവാകും മിനൽ അസഫി ആ അസഫിനാൽ ബുദ്ധിമുട്ടിനാൽ ഖേദത്തിനാൽ വൽ ഹസ്രത്തി ദുഃഖത്തിനാലും ഒരവസ്ഥയിലുള്ളത്. ലൗകാനത്ത് ലഹു ദുന്യ അതിന് അവന്റെ ദുന്യാവ് മൊത്തം അവന് കിട്ടിയാലും ദുന്യാവ് മൊത്തമായി അവന് കിട്ടിയാലും ലഖറജ മിന്ന ആ ദുന്യാവിനെ അവൻ പുറപ്പെടുവിക്കുന്ന കൊടുക്കും. അലാ അൻ യളുമ്മ ഇലാ തിൽക സാഅത്തി ഈ അവസാനത്തെ സാഅത്തിലേക്ക് ഒന്ന് ചേർക്കാൻ മലക്കുൽ മൗത്ത് സാഅത്തിന് ഉഖ്റ മറ്റൊരു സാഅത്തും കൂടെ ഒരു സാഅത്ത് കിട്ടിയാൽ മതി.
ലിയസ്തഅത്തിബ ഫിയ, ആ സമയത്തിൽ അയാൾ നഫ്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, തദാറക തഫ്രീത്ത് വായക്ക് വന്ന വീഴ്ചയെ പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ ഫലാ യജിദു ഇലൈഹി സബീല, അവൻ അതിലേക്ക് ഒരു വഴിയും എത്തിക്കുകയില്ല. വഹുവ അവ്വലു മാ യദ്ഹറു മിൻ മആനി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ കൗലിൻ്റെ മാനകളിൽ ആദ്യം വെളിവാകുന്നത് ഏതാണ്? അതൊന്ന് മനസ്സിലാകുന്ന ആദ്യത്തെ കാര്യം ഏത് കൗല്? വഹീല ബൈനഹും വബൈന മാ യശ്തഹൂന, അവരുടെയും അവർ ഇച്ഛിക്കുന്ന ഒന്നിൻ്റെയും ഇടയിൽ മറയിടപ്പെടും. ഇവിടെ ഇച്ഛിക്കുന്ന കാര്യം എന്താണ്? എന്നെ ഒരു നിമിഷമെങ്കിലും ജീവിപ്പിക്കണം കൂടുതലായി. വൈലൈഹിൽ ഇഷാറത്ത്, ഇതിലേക്കാണ് ഇഷാറ ബി ഖൗലിഹി തആല മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, അവൻ ചെലവഴിക്കട്ടെ നിങ്ങൾപ്പെട്ട ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്നതിന് മുമ്പ്. യഖൂല, അവൻ പറയുകയും ചെയ്യും, റബ്ബി ലൗലാ അഖർതനി, എന്നെ ഒന്ന് പിന്തിച്ചാൽ എന്താണ് പഠിച്ചവനെ, ഒന്ന് പിന്തിച്ചാൽ എത്ര നല്ലതാണെന്ന് അർത്ഥം. ലൗലാ അഖർ, നീ എന്തുകൊണ്ട് പിന്തിച്ചില്ല? ഇല അജലിൻ ഖരീബായ ഒരു അജലിലേക്ക്, അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ, അങ്ങനെ പിന്തിച്ചാൽ ഞാൻ സദഖ ചെയ്യും. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങൾപ്പെട്ടവനാകുമല്ലോ എന്ന് പറയും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനെയും അള്ളാഹു ബന്ധിക്കത്തില്ല. ഇതാ ജാ അജലുഹാ, അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. ഫക്കീലാപ്പ് പറയപ്പെട്ടിരിക്കുന്നു, അൽ അജലുൽ ഖരീബുല്ലദീ യത്ലുബുഹു, അവൻ ഈ തേടുന്ന അജലുണ്ടല്ലോ, അവൻ അല്പം പിന്തിക്കണേ എന്ന് അള്ളാഹുവിനോട് പറയുന്ന അജല് മാന, അതിന്റെ മാന എന്താ? അന്നോ യഖൂലു, അവൻ പറയുമെന്നാണ്. ഇന്ത കശ്ഫിൽ ഖിത്തായി, മൂടി മാറുന്ന അവസരത്തിൽ, ഖിത്തായി അടിമയുടെ മൂടി മാറുന്ന അവസരത്തിൽ, മലക്കിനെ കാണുന്ന രൂപത്തിൽ മൂടി മാറുമ്പോൾ അവൻ പറയും, യാ മലക്കൽ മൗത്തെ അഖിർനി, എന്നെ ഒന്ന് പിന്തിക്കണേ, യൗമൻ, ഒരു ദിവസം, അഅ്തദിറു ഫീഹി, ആ ദിവസത്തിൽ ഞാൻ പിന്നെ ന്യായാന്യായങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പറയും. എൻ്റെ ഇലാ റബ്ബി, ഞാൻ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഉദുറ് ബോധിപ്പിക്കാൻ ഒരു നിമിഷം തരണേ. വാത്തൂബു, ഒരു ദിവസം, വാത്തൂബ്, ഞാൻ തോബ ചെയ്യും. വതസവ്വദു സാലിഹൻ ലിനഫ്സി, എൻ്റെ നഫ്സിന് വേണ്ടി സാലിഹായ ഒരുപാട് പിന്നെ സമ്പാദ്യം ഞാൻ സമ്പാദിക്കും. പക്ഷെ ഫയഖൂലു, മലക്ക് പറയും, ഫനയിത്തൽ അയ്യാമ, ദിവസങ്ങളൊക്കെ നീ നശിപ്പിച്ചു കളഞ്ഞു. ഫനീയത്തിൽ അയ്യാമ, ദിവസങ്ങളൊക്കെ പാഴായി പോയി, നശിച്ചു പോയി. ഫലാ യൗം, ഇനി ഒരു ദിവസം ഇല്ല. ഫയഖൂലപ്പാൻ പറയും, ഫാഖിർനി, എന്നെ പിന്തിക്ക്, സാഅത്തിന്, ഒരു മണിക്കൂർ, ഒരു അല്പസമയം. ഫയഖൂലു, മലക്ക് പറയും, ഫനിയത്തി സാഅത്തു, സാഅത്തും കഴിഞ്ഞു പോയി. ഫലാ സാഅത്ത, ഇനി ഒരു സാഅത്തുമില്ല. അങ്ങനെ ഫയുഗ്ലഖു അലൈഹി, അവന്റെ മേൽ കൊട്ടി അടയ്ക്കപ്പെടും. ബാബു തൗബത്തി, പഠിച്ചബ്രാൻ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഫയതഗർഗറു റൂഹു, അവന്റെ റൂഹ് ഗർഗറ ശബ്ദത്തിൽ ഇങ്ങനെ വെളിയിലേക്ക് വരും. യതറദ്ദദു അൻഫാസുഹു, അവന്റെ നഫസുകൾ, ശ്വാസോച്ഛ്വാസം അതിങ്ങനെ പിന്നെ എന്താകും, ഇളകിക്കൊണ്ടിരിക്കും. ഫീ ശർരി അസഫിഹി, അവന്റെ അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ നിന്നർത്ഥം, അവന്റെ നഫസ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഗുസ്സത്തൽ യഅ്സി, നിരാശയുടെ പിന്നെ ഗുസ്സത്തിനെ, അതിന്റെ ദുഃഖത്തിനെ അവൻ കടിച്ചിറക്കും. അനി തദാറുക്കി, ഈ തിന്മയിൽ നിന്നും വീണ്ടെടുക്കുന്നതിനെ തൊട്ട് ഉണ്ടായ അവന്റെ നിരാശ, ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഹസ്രത്തിൻ നദാമ, നദാമത്തിന്റെ ആ ഖേദം, എല്ലാം ഒന്ന് തന്നെ. അലാ തളീഉൽ ഉംരി, ആയുസിനെ പാഴാക്കിയതിന്റെ മേൽ. അങ്ങനെ ഫയൽതരിബു ഇൽത്തിറ അസ്ലു ഈമാൻ, അവന്റെ ഈമാനിന്റെ അസ്ല് തന്നെ പെടപെടച്ചുകൊണ്ടിരിക്കും. ഫീ സദമാത്തി തിൽക്കൽ അഹ്വാൽ, ആ അവസ്ഥയുടെ ഭയാനകതകളിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫൈദാ സഹഖത്ത് നഫസുഹു, അവന്റെ നഫസ് പിന്നെ മിടിച്ചുകൊണ്ടിരുന്നാൽ, അവസാനത്തെ ശ്വാസം അതിങ്ങനെ മിടിച്ചുകൊണ്ടിരുന്നാൽ, ഫൈൻകാന സബഖത്ത് ലഹു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് അവനെ മുന്നിട്ടിട്ടുണ്ടെങ്കിൽ, ഹുസ്ന, നന്മ, ഖറജത്ത് റൂഹു, അവന്റെ റൂഹ് പുറപ്പെടും. അല തൗഹീദ്, തൗഹീദിന്റെ മേൽ. ഫദാലിക ഹുസ്നുൽ ഖാത്തിമ, ഇതാണ് ഹുസ്നുൽ ഖാത്തിമ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഥവാ ബൈൻ സബഖലഹു, അവന് മുന്നിട്ടത് അൽ ഖളാഉ ബി ശഖവത്തി, പരാജയത്തിന്റെ വിധിയാണ് മുന്നിട്ടിരിക്കുന്നത്, നശിക്കുന്നതാണ്. വൽ അയ്യാദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എങ്കിൽ ഖറജത്ത് റൂഹു, അവന്റെ റൂഹ് പുറപ്പെടും. അല ശക്കി വൽ ഇൽത്തിറാബി, സംശയത്തിന്മേലും അതിന്റെ പേരിലുള്ള പെടപെടപ്പിന്മേലും. വദാലിക സൂഉൽ ഖാത്തിമ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലി മിസ്ലി ഹാദ, ഇതുപോലുള്ളതിനെ സംബന്ധിച്ച് യുഖാലു പറയപ്പെടും, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗതു ഖാല ഇന്നി തുബ്തുൽ ആൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതാണ്. തൗബയില്ല ഒരു വിഭാഗത്തിന്, അവർ സയ്യിഅത്തുകൾ ചെയ്യും. അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾക്ക് മരണമാസന്നമായ അവൻ പറയും, ഇന്നി തുബ്തുൽ ആൻ, എന്താ ഇപ്പൊ ഞാൻ തൗബ ചെയ്തു. ഇതിന്റെ അർത്ഥം ഇപ്പം കൂടി പറഞ്ഞൊരു വിശീർണമാണത്. ഒക്കെ ഒരു അള്ളാഹുവിന്റെ ഈ വാക്കുമാണ്, ഇന്നമ തൗബത്തു തൗബ
അള്ളാഹിന്റെ മേലുള്ള തൗബ സ്വീകരിക്കൽ അത് ലില്ലദീന ഒരു വിഭാഗത്തിനാണ്. യഅമലൂന സൂ അവർ തിന്മ ചെയ്യും ബി ജഹാലത്തിന് അജ്ഞതയുടെ പേരിൽ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ പിന്നെ അവർ ഉടൻ തന്നെ തൗബ ചെയ്യും, മരണം വരെ നീക്കത്തില്ല. അതിന്റെ മഅന അൻ ഖുർബി അഹദിൻ ബിൽ ഖതീഅ ഖതീഅത്തിന്റെ ഖുർബുൽ അഹദിൽ തന്നെ അവൻ തൗബ ചെയ്യുന്നർത്ഥം. തെറ്റ് ചെയ്ത ഉടനെ തൗബ ചെയ്യും. ബി അൻ യതനദ്ദമ അലി അതിന്റെ മേലെ അയാൾ ഖേദിക്കൽ കൊണ്ട്, വയംഹു അസറ പാപത്തിന്റെ അസറിനെ അയാൾ മായ്ച്ചു കളയൽ കൊണ്ട്. എങ്ങനെയാ മായ്ക്കുന്നത്? ബി ഹസനത്തിൽ നന്മ കൊണ്ട്. എങ്ങനത്തെ നന്മയാണ്? യർദിഫുഹ ബിഹ അവൻ ആ നന്മയെ പുറകിൽ കൊണ്ടുവരും. ബിഹ അതിന്റെ പുറകിൽ ഈ തിന്മയുടെ. ഖബല അൻ യതറാക്കമ റൈനു റൈന് വന്ന് തിങ്ങിക്കൂടുന്നതിന് മുമ്പ്, കറകൾ വന്ന് തിങ്ങിക്കൂടുന്നതിന് മുമ്പ്, അലൽ കൽബിൽ ഫലാ യഖ്ബലുൽ മഹ്വ കൂടിയാൽ പിന്നെ മായലിനെ അത് സ്വീകരിക്കില്ല, മാഞ്ഞു പോകത്തില്ല. വലുതാലിക്ക് ഇക്കാരണത്താൽ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ബിഉൽ സയ്യിഅത്തൽ ഹസനത തംഹുഹ അവിടുന്ന് അരളി സയ്യിഅത്തിനെ നീ തുടർത്ത് അൽ ഹസനത നന്മയെ തംഹുഹ ആ നന്മ അതിനെ മായ്ച്ചു കളയും. വലുതാലിക ഖാല ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ലിബ്നി തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ലാ തുഅഖിരി തൗബത തൗബയെ നീ പിന്തിക്കരുത്. ഫൈനൽ മൗത്ത് യഅതി ബഗതതൻ പെടുന്നനെ വരും. ഒമൻ തറക്കൽ മുബാദറത്തയിലെ തോബയിലേക്കുള്ള വേഗതയാകലിനെ ഓർത്തിന് ഉപേക്ഷിച്ചാൽ ബി തസ്വീഫി പിന്നെ ആകാമെന്ന് വെച്ചിട്ട് കാന ബൈന ഖത്റൈനി അളീമത്തൈനി ഭയാനകമായ രണ്ട് അപകടത്തിന്റെ ഇടയിലായിരിക്കും അവൻ. അഹദും അതിൽപ്പെട്ട ഒന്ന് അൻ തതറാക്കമ ദുൽമത്തു അല ഖൽബന്റെ കൽബില് ഇരുള് വന്ന് തിങ്ങിക്കൂടുക എന്നുള്ളതാണ്. മിനൽ മആസി പാവങ്ങളാലുള്ള ഇരുള്. ഹത്താ യസീർ അതാകും റൈനൻ അത് കറയായിട്ട് മാറും, തബഅൻ അത് സീലായിട്ട് മാറും. ഫലാ യഖ്ബലുൽ മഹ്വ അപ്പൊ അത് മായലിനെ സ്വീകരിക്കുകയില്ല, മാഞ്ഞു പോകത്തില്ല. രണ്ടാമത്തെ അപകടം എന്താണ്? അൻ യുആജിലഹുൽ മറദു രോഗം അവനെ തളർത്തിക്കളയും, അല്ലെങ്കിൽ മരണം. അവിൽ മൗത്തു ഫലാ യജിദു മുഹ്ലത്തിന് അപ്പൊ സമയം അവന് ലഭിക്കുകയില്ല. ലിൽ ഇസ്തിഗാലി ബിൽ മഹവി ഈ മായ്ക്കലുമായി ജോലിയാകാൻ അവന് സമയം കിട്ടത്തില്ല. വലുതാൾക്ക് ഇക്കാരണത്താൽ വറദ ഫിൽ ഖബരി ഹദീസിൽ വന്നു, ഇന്ന അക്സറ സിയാഹി അഹ്ലിൻ നാരി നരകവാസിൽപ്പെട്ട കൂടുതൽ ആൾക്കാരുടെയും അട്ടഹാസമായിരിക്കും മിന തസ്വീഫി പിന്നീട് ചെയ്യാമെന്നതിന്റെ പേരിലായിരിക്കും അവർ കിടന്ന് അട്ടഹസിക്കുന്നത്. പറഞ്ഞു പോയല്ലോ, ഇനി രക്ഷയില്ലല്ലോ. ഫമാ ഹലക മൻ ഹലക നശിച്ചവൻ നശിച്ചിട്ടില്ല ഇല്ലാ ബി തസ്വീഫി പിന്നീടാകാമെന്നുള്ള ആ പിന്തിക്കൽ കൊണ്ടല്ലാതെ. ഫയകൂനു തസ്വീദുഹു അൽ ഖൽബ അപ്പോ അത് അവന്റെ കൽബിനെ കറുപ്പിക്കലായി, നഖ്ദൻ അവന് രൊക്കം കിട്ടുന്നതായി. ഫയകൂനു തസ്വീദുഹു ഈ തസ്വീഫ് കറുപ്പിക്കലായി, അൽ ഖൽബ കൽബിനെ പിന്നീടാകാം എന്നുള്ള ആ ചിന്ത കൽബിനെ കറുപ്പിക്കലായി. ആ കറുപ്പിക്കൽ എന്തായി? നഖ്ദൻ ഒറ്റൊക്കം കിട്ടിയ അതാണ്. വജലാഉഹു ആ കൽബിനെ വെളുപ്പിക്കൽ തെളിക്കൽ ബി താഅത്തി അത് നസീഅത്തിൻ കടവുമായി. ഇലാ അൻ യഖ്തതിഫഹുൽ മൗത്തു മരണം അവനെ റാഞ്ചി എടുക്കുന്നവർ അത് കടമായിട്ടിരിക്കും. ഫയത്തില്ലാഹു ഖൽബിൻ ഗൈരി സലീമിൻ സലീമല്ലാത്ത കൽബുമായി അവൻ അള്ളാഹിന്റെ അടുക്കൽ ചെല്ലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലാ എൻജു അവൻ രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടുകയില്ല ഇല്ലാമൻ ഒരുവനല്ലാതെ അത്തല്ലാഹ അവൻ അള്ളാഹുവിനെ അടുക്കൽ ചെന്നു ബി ഖൽബിൻ സലീം തെളിഞ്ഞ ഹൃദയത്തോടുകൂടെ. ഫൽ ഖൽബു അമാനത്തുല്ലാഹി ഇപ്പൊ കൽബ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അമാനത്താണ്. അവന്റെ അടിമയുടെ അടുക്കൽ അള്ളാഹ് നൽകിയ അമാനത്താണ്. വൽ ഉംറു ആയുസ് അമാനത്തുല്ലാഹി ഇൻദഹു അടിമയുടെ അടുക്കൽ അള്ളാഹ് നൽകിയ അമാനത്താണ്. വകദാ സായിറു അസ്ബാബി താഅത്തി താഅത്തിന്റെ എല്ലാ കാരണങ്ങളും അള്ളാഹ് നൽകിയ അമാനത്താണ്, പാഴാക്കരുത്. ഫമൻ ഖാന ഫിൽ അമാനത്തി അമാനത്തിൽ ആരെങ്കിലും ചതി കാണിച്ചാൽ വല മെത്തദാറക്ക് ഖിയാനത്തിനെ അയാൾ വീണ്ടെടുത്തില്ല എങ്കിൽ ഫഅംറുഹു അയാളുടെ കാര്യം ബി ഖത്തരിൻ അപകടത്തിലാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.